നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ ജനുവരി 2025 ക്ലാസ് 7 സ്റ്റേറ്റ് സിലബസിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷ ചോദ്യപേപ്പർ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പുതിയ സിലബസാണിത്, കഴിഞ്ഞ വർഷമാണ് വന്നത്. അപ്പോൾ പുതിയതായി ചേർന്ന കുട്ടികൾക്കൊക്കെ പരീക്ഷയെ കുറിച്ചൊരു ടെൻഷൻ കാണില്ലേ, എങ്ങനെയായിരിക്കും മോഡൽ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അടുത്ത് വരുന്ന ആനുവൽ എക്സാമിനും അതുപോലെ തന്നെ സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡൽ ചോദ്യമാണിത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ചാപ്റ്ററൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ സുഗമ ഹിന്ദിയിലും എല്ലാ ചാപ്റ്ററും ഉൾപ്പെടും. ആദ്യം മുതൽ വേണം. ഓണം എക്സാമിന് ആദ്യത്തെ ചാപ്റ്ററുകൾ മാത്രം മതി. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡലുകൾ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇത്രയും ചാപ്റ്ററാണ്, അതായത് ഖുദ് സേ പ്യാർ, സാഫ് സഫായി മേ ആവലോം ഗാവ്, ഗാന്ധിജി കി നമക് കഥ, യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. അപ്പോൾ ഈ 4 ചാപ്റ്ററാണ് ഓണം എക്സാമിന് ചോദിക്കുന്നത്. ഫുള്ളായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ, പ്യാർ. ഖുദ് സേ പ്യാർ കരെ കവിത ചോദിക്കും. കവിതയുടെ ആശയം എഴുതാനും കവിതയിൽ നിന്ന് വരുന്ന മീനിങ്സൊക്കെ ചോദിക്കും. പിന്നെ പേടിനെ കുറിച്ചുള്ളൊരു പോസ്റ്റർ അല്ലെങ്കിൽ പേടിനെ കുറിച്ച് എഴുതാൻ എന്തെങ്കിലും വിവരണം എഴുതാൻ ചോദിക്കും. പിന്നെ പോസ്റ്റർ, അതുപോലെ തന്നെ ഈ മാച്ച് ദ ഫോളോയിങ്, പിന്നെ സാ സഫായ് മേ അവൽ ഗാവ്, അതിലും വൃത്തിയെക്കുറിച്ചുള്ളൊരു പോസ്റ്റർ ചോദിക്കാം. ഒക്കെ നിങ്ങളുടെ ചാപ്റ്ററിൽ വരുന്ന ഓരോ പാഠഭാഗങ്ങളാണ്. പിന്നെ സൂരജിനെ കുറിച്ചോ പേടിനെ കുറിച്ചോ ബാദലിനെ കുറിച്ചൊക്കെ സെൻറ്റൻസ് എഴുതാൻ ചോദിക്കും. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് സാർത്ഥക വാക്യപന, അതായത് ഇവിടെ വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് എഴുതിക്കുന്നത്. അപ്പോൾ അതിനെ നല്ല നീറ്റായിട്ട് സെൻറ്റൻസ് ആക്കി എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ റീയൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളും അതിൻ്റെ പേരുകളൊക്കെ ചോദിക്കാം. പിന്നെ ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, മുദ്രാവാക്യമാണ്. ഇതുപോലെ നിങ്ങളുടെ അടുത്ത് 4 വരി കവിത എഴുതാനൊക്കെ ചോദിക്കാം. പിന്നെ പരിശ്രമം, ഗാന്ധിജിയുടെ ചാപ്റ്ററാണ്. അതിൽ വരുന്ന സംഭവങ്ങളെ മാച്ച് ദ ഫോളോയിങ് ചേർക്കാനൊക്കെ ചോദിക്കും. പിന്നെ വരുന്നത് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, അതിലും കവിത എഴുതാനും കവിതയുടെ ആശയം എഴുതാനൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ കൃഷിക്കാരുടെ പ്രത്യേകത എന്താണ്, കൃഷിക്കാരെന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത്. അവിടെയും ഒരു സൂചന ബോർഡ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഓണം എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 4 ചാപ്റ്റർ ഓണം എക്സാമിനും സുഗമ ഹിന്ദി എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് വരും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചോദ്യപേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ മോഡൽ വരുന്നത്. അതിൽ ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗേന്തിൻ്റെ പാഠമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം വരുന്നത് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ വരുന്ന ഏതാണ്? കവിതയാണ് അല്ലേ, ഖുദ് സേ പ്യാർ. അപ്പോൾ ആ കവിതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ചാപ്റ്റർ ഉണ്ട്, മാവലോം ഗാവിൻ്റെ കുറിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് 1 വേഡ്. പിന്നെ ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ജനത് കെ ബച്ചെ. അതൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 4 ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പാഠത്തിലെ സന്ദർഭമായിരിക്കും വരുന്നത്. അത് വെച്ച് ഒരു വാർത്താലാപോ ഡയറിയോ കത്തൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കവിത വരെ. അപ്പോൾ നിങ്ങളുടെ 2 കവിത കൊടുത്തിട്ടുണ്ട്, ഖുദ് സേ പ്യാർ കരെയും കിസാൻ്റെതും. അപ്പോൾ ഇതുപോലെ വരി തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് മീനിങ്സ് എഴുതാനും സന്ദേശം എഴുതാനൊക്കെ ചോദിക്കാം. പ്ലക്കാർഡ് ചോദിക്കാം. പിന്നെ വരുന്നത് അടുത്ത ഗാന്ധിജിയുടെ പാഠം തന്നെ, പരിശ്രമവുമായി ബന്ധപ്പെട്ടത്. പിന്നെ പോസ്റ്റർ, സഫായി മേ അവൽ ഗാവ് ഉണ്ടോ, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രാമത്തെക്കുറിച്ച്. അപ്പോൾ സഫായി കാ മഹത്വ ദിക്കാനെ വലയൊക്കെ നാര, ഒരു മുദ്രാവാക്യം എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? കവിതയുടെ ആശയം, പോസ്റ്റർ, പ്ലക്കാർഡ്, പിന്നെ വരുന്നത് ഡയറി, സംഭാഷണം. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യപേപ്പറൊക്കെ എല്ലാവരും നോക്കിയിട്ട് പോവുക. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഓണപരീക്ഷയുടെ എക്സാമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ മക്കളും ചെയ്യേണ്ടത് കവിതകളൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് പോവുക കേട്ടോ. കവിതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ടെസ്റ്റിൻ്റെ അകത്ത് വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിക്കുന്നത് പിക്ചർ തന്നിട്ട് എഴുതാനുള്ളതൊക്കെ, അതായത് ഇതുപോലെയൊക്കെ മാച്ച് ദ ഫോളോയിങ്. പിന്നെ വൃത്തിയെക്കുറിച്ചുള്ളൊരു പോസ്റ്റർ എന്തായാലും വരും. പിന്നെ ഇതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചോദിക്കും. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ സൂരജ്, പേട്, ബാദൽ അതിനെയൊക്കെ കുറിച്ച് ചോദിക്കാം.
ഇതെന്തായാലും വരും, 2 മാർക്കാണ്. പിന്നെ ഗാന്ധിജിയുടെ സംഭാഷണം, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത മക്കളെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. 9400773625 ആണ് നമ്പർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവർ എല്ലാവർക്കും നമസ്തേ.